ഹസ്രത്ത് ഗോഹർ ഷാഹി അവറുകളുടെ മൊഴിമുത്തുകൾ. ഒരു മതപണ്ഡിതൻ വിചാരിക്കുന്നു, എന്റെ ഉള്ളിൽ ഇൽമും ഖുർആനും ഉള്ളതിനാൽ ഞാൻ അള്ളാഹുവിനോട് വളരെ അടുത്തവനാണ്, അതുകൊണ്ട് ഞാൻ മോക്ഷം നേടിയവനുമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ നരകാവകാശികളായി പ്രഖ്യാപിക്കുന്നത്? ഓരോ മുസ്ലിമും കുറച്ചൊക്കെ അറിവ് പഠിച്ചവരും ഖുർആനിലെ ധാരാളം സൂറത്തുകൾ മനഃപ്പാടമാക്കിയവരുമാണല്ലോ. ചിന്തിക്കുക, ആരാണ് ഇൽമ വിറ്റുകൊണ്ടിരിക്കുന്നത്? ആരാണ് സ്വന്തത്തെ തന്നെ വിറ്റുകൊണ്ടിരിക്കുന്നത്? ആരാണ് ഔലിയാക്കളെ കുറിച്ച് മോശമായി സംസാരിക്കുന്നത്? അസൂയയും അഹങ്കാരവും അത്യാഗ്രഹവും കൊണ്ടു നടക്കുന്നവർ ആരാണ്? ഹൃദയത്തിലുള്ളത് ഒന്നും നാവുകൊണ്ട് പറയുന്നത് മറ്റൊന്നും എന്നത് ആരുടെ ചര്യയാണ്? ആരാണ് രാവിലെ ഒരു കാര്യം പറയുകയും വൈകുന്നേരം അത് നിഷേധിക്കുകയും ചെയ്യുന്നത്? ആരാണ് സത്യത്തെ നുണയായും നുണയെ സത്യമായും അവതരിപ്പിക്കുന്നത്? നിങ്ങൾ ഈ സ്വഭാവങ്ങളിൽ നിന്നും വളരെ അകലെയാണെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയാണ്. അപ്പോൾ നിങ്ങളെ ധിക്കരിക്കുന്നത് തന്നെ വലിയ ഒരു അനാദരവായിരിക്കും. അതായത് കാഴ്ചയിൽ ഒരു പ്രാസംഗികനും യാഥാർത്ഥ്യം കൊണ്ട് ഖുർആനുമായിരിക്കും. ഇത്തരം പൈശാചിക സ്വഭാവങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ യൂസുഫ് നബിയെ ഭക്ഷിച്ചു എന്ന് ആരോപിക്കപ്പെട്ട ചെന്നായ പറഞ്ഞ ആ പണ്ഡിതനിൽപ്പെട്ടവനാണ് നീയും. ചെന്നായ പറയുകയുണ്ടായി, ഞാൻ യൂസുഫിനെ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്നെ 14-ാം നൂറ്റാണ്ടിലെ മതപണ്ഡിതന്മാരുടെ കൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കട്ടെ. ഹസ്രത്ത് റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി അവറുകളുടെ ദീനിലാഹി എന്ന ഈ ദിവ്യഗ്രന്ഥം ലഭിക്കാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.